ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് പിന്നാലെ പത്മകുമാറിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കിയേക്കും. നിർണായക CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ ഉടൻ മാധ്യമങ്ങളെ കാണും. അതേസമയം പത്മകുമാറിനെ തള്ളി CPIM നേതാവ് P ജയരാജൻ രംഗത്തെത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന് ഭരണപരമായ വീഴ്ച പറ്റിയെന്നാണ് വിമർശനം. അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയില്ലെന്നും ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കേണ്ടതുണ്ട്. പാർട്ടിക്ക് പ്രതിരോധിച്ച് ഇത്രയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ. ആ നടപടി എപ്പോഴുണ്ടാവും? സെക്രട്ടേറിയറ്റ് ചേർന്നാൽ ഉടനെ പാർട്ടി സെക്രട്ടറി ആ തീരുമാനം പറയുമോ? മറ്റൊന്ന്, P ജയരാജന്റെ വിമർശനമാണ്. അദ്ദേഹം എങ്ങനെയാണ് പത്മകുമാറിനെതിരെ പറയുന്നത്? റോഷ്നി, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തൽക്കാലം പത്മകുമാറിനെ കൈവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ല എന്ന് MV ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്താണ് നീക്കം എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുത്താൽ മതി എന്ന ധാരണ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. 4 മണിക്ക് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതായത് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. മറ്റൊന്ന്, MV ഗോവിന്ദനെ തള്ളി പത്മകുമാറിനെ രൂക്ഷമായി വിമർശിച്ച് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കാരണം അതിനകത്ത് പറയുന്നത് പത്മകുമാറിന് ഭരണപരമായ വീഴ്ച സംഭവിച്ചു, അതുകൊണ്ടാണ് ഇത്ര വലിയ സ്വർണ്ണക്കൊള്ള നടന്നത്. സ്വർണത്തെ ചെമ്പാക്കിയപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ, അത് തിരുത്താൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനും അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ N വാസുവിനും കഴിഞ്ഞില്ല, അവധാനതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം. അതായത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ച ഇതുവരെ ഉള്ള പ്രതികരണത്തിൽ പത്മകുമാറിനെ ന്യായീകരിച്ച് രംഗത്ത് വരുമ്പോൾ പൂർണ്ണമായും അതിനെ എതിർത്ത് മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗം രംഗത്ത് വരുന്ന ഒരു കാഴ്ച CPIMനകത്ത് ഈ വിഷയത്തിൽ 2 നിലപാടുണ്ട് എന്നത് വ്യക്തമാക്കുകയാണ്. റോഷ്നി, ഓക്കെ, എന്തായാലും ഒരു പാർട്ടി നടപടി പ്രതീക്ഷിക്കുന്ന സമയം തന്നെയാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഹീസ്, പാർട്ടിക്കകത്ത് നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ സെക്രട്ടറിയുടെ ഒക്കെ പ്രതികരണം, കഴിഞ്ഞ ദിവസം വന്ന MV ഗോവിന്ദന്റെ പ്രതികരണമാണെങ്കിലും ഇന്ന് വരുന്ന P ജയരാജന്റെ ഈ ഒരു വിമർശനമൊക്കെ ആണെങ്കിലും ഇതിൽ ഇപ്പോൾ ഏതൊക്കെ നേതാക്കൾ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്? ഇതിനകത്ത് P ജയരാജൻ മാത്രമാണ് ആ അർത്ഥത്തിൽ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞ നിലപാടെടുത്തത്. മറ്റു പല നേതാക്കളും ഇതിനകത്ത് പ്രതികരിക്കാൻ തയ്യാറല്ല. നമ്മൾ പല ആളുകളെ സമീപിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറല്ലാത്ത ഒരു നിലപാടുണ്ട്. MV ഗോവിന്ദൻ പ്രതികരിച്ചപ്പോൾ പൂർണ്ണമായും പത്മകുമാറിനെ ന്യായീകരിച്ച്, അതായത് ഒരു കേസിൽ അറസ്റ്റും റിമാൻഡും നടന്നു എന്നതുകൊണ്ട് അയാൾ കുറ്റവാളിയാണ് എന്ന് കരുതാനാവില്ല എന്ന നിലപാടെടുത്ത് പത്മകുമാറിനെ തള്ളിക്കളയുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന് പറയുകയായിരുന്നു അദ്ദേഹം MV ഗോവിന്ദൻ ചെയ്തത്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ആ നിലപാട് അദ്ദേഹം ആവർത്തിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് CPIMന്റെ അകത്ത് ഇതിനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്ന ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് LDFന്റെ പ്രവർത്തകർ വീടുകൾ തോറും കയറി വോട്ട് ചോദിക്കുന്ന സമയത്ത് സ്വർണ്ണക്കള്ളയിൽ പ്രതിയായ CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയാതെ പ്രവർത്തകർ കുഴയുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നാണ് നടപടിയെടുക്കണം എന്ന് പറയുന്ന P ജയരാജനെ പോലുള്ള ആളുകളുടെ നിലപാട്. പത്മകുമാറിനെ സംബന്ധിച്ച് CPIMന്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു ഏതാണ്ട് 2019 വരെ എന്നുള്ളതാണ്. അതുവരെ പിണറായി വിജയനൊപ്പം നിന്ന പത്മകുമാർ ഇപ്പോൾ പിണറായി ചേരിയിൽ അല്ലതാൻ. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി പ്രതീക്ഷിക്കുന്നു.